ഹലോ ഗായ്സ്, ഷോർട്സ് മാത്രം ഇട്ട് ഇങ്ങനെ ഒരുപാട് ബോറടിച്ചിരുന്നപ്പോഴാണ് ഒരു ഫുൾ വീഡിയോ ചെയ്യാനുള്ളൊരു മൈൻഡ് വന്നത്. ഇത് കുറേ ദിവസമായ വീഡിയോ ആണ്, എന്നാലും നമ്മളിപ്പോൾ അത് പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. രാവിലെ തന്നെ ഈ ക്രീമൊക്കെ വാരി തേച്ച് എങ്ങോട്ടാണ് പോകണമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. വേറെ അടുത്തല്ല, ഇന്ന് നമ്മുടെ ഒരു ടൂർ. ശരിക്കും ഇത് ആക്സിസ് ബാങ്കിൽ ചിന്നു വർക്ക് ചെയ്ത സമയത്ത് നമ്മൾ പോയതാണ്. അവിടെ എല്ലാ ടീമുമായിട്ട്, കാരണം ഞാനും ആക്സിസ് ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ബന്ധം വെച്ച് എന്നെ അവർ വിളിച്ചു. ശരിക്കും ഇപ്പം ഞാൻ ആ സമയത്ത് അവിടെ ആക്സിസിൽ വർക്ക് ചെയ്യുന്നില്ല, ചിന്നു മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ഒരു ഹസ്ബൻഡിനും വൈഫിനും ഒരുമിച്ച് നമുക്കൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഓൾറെഡി നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ എന്നെ ഇവർ ഒരു ടീം ഔട്ടിങ്ങിന് പോയപ്പോൾ എന്നെ കൂടെ വിളിച്ചെന്നേ ഉള്ളൂ. ഞാനും വലിഞ്ഞേറിപ്പോയി. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഭയങ്കര നൈസ് റൂമായിരുന്നു, രക്ഷയില്ലാത്ത റൂമായിരുന്നു. ഈ ഹോട്ടലിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ ലേക്ക് ആൻഡ് സീ വ്യൂ, അതാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ശരിക്കും ആ പേര് പോലെ തന്നെയാണ്. ഫ്രണ്ടിൽ സീയും ബാക്കിൽ ലേക്കുമാണ്. നമുക്ക് ആ ലേക്കിലേക്ക് ഇറങ്ങാൻ പറ്റും, അതൊക്കെ അതിനെ കാണിക്കാം. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു വിസ്മയ തുമ്പത്ത് എന്ന് പറയാം. ഭയങ്കര രസമാണ്, ഭയങ്കര ഒരു വൈബായിരുന്നു ഈ ഒരു ട്രിപ്പ്. കാരണം ഇവിടുത്തെ ഒരു ആംബിയൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഓൾറെഡി നമ്മളൊരു ആ ഗ്രൂപ്പ് നല്ലൊരു വൈബായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ ഒരു റിസോർട്ട് ബുക്ക് ചെയ്താൽ നേരെ അത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ എന്നൊക്കെ നോക്കുള്ളൂ. നമുക്കിവിടെ കടലും ഉണ്ട്, ലേക്കും ഉണ്ട്. കടലിൽ നമുക്കങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല, പക്ഷേ ലേക്കിൽ നമുക്ക് ഒരുപാട് ഇറങ്ങാൻ പറ്റും. കാരണം ഇത് നമ്മുടെ ഫ്രണ്ട് ഏരിയയാണ്. ശരിക്കും ഒരു സീ വ്യൂ ആണ്. നമുക്കിവിടെ നിന്ന് കടലിൽ ഫുള്ള് കാണാം. നല്ല കാറ്റടിക്കും, അതിൻ്റെ കൂടെ നല്ല മണമടിക്കും, അറിയാമല്ലോ. ഇവിടെ നിന്ന് നിൽക്കുന്നതൊക്കെ രാവിലെ കഴിച്ച് നിൽക്കാൻ ഭയങ്കര രസമാണ്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ. നമ്മൾ ആദ്യമേ വന്ന് ഇവിടെ ഇതൊക്കെ തുറന്ന് വെച്ച് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്തു. ഓവറാൾ ഇവിടുത്തെ ഒരു ആംബിയൻസും ക്ലീൻനെസ്സും ഒക്കെ പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇവിടുത്തെ ബാത്റൂം വരെ നിങ്ങൾക്കടുത്ത് കാണിക്കാം. അത്രയ്ക്ക് വൈബാണ്, അത്രയ്ക്ക് വൃത്തിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫാമിലിയായിട്ടൊക്കെ പോകണമെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടാണ് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ട്രഡീഷണൽ രീതിയിൽ ഇവർ ചെയ്തൊരു സംഭവമുണ്ട്. നമുക്ക് അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല, അവിടെ നമുക്ക് ബുക്കിംഗ് ഇല്ലായിരുന്നു, അതുകൊണ്ട് അവിടെ നമുക്ക് കണ്ടുമില്ല. ഇവിടുത്തെ ഇവരെല്ലാം നീറ്റായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്, എല്ലാം പക്കയായിരുന്നു. ഭയങ്കര രസമായിരുന്നു ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. ഞാൻ കുറേ നേരം റൂമിനകത്ത് തന്നെ ഇരുന്നു. പിന്നീട് നമ്മൾ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ജസ്റ്റ് ഞങ്ങൾ പുറത്തോട്ട് ഈ കടൽ കാണാനും പിന്നെ ലേക്കിലൊക്കെ ഇറങ്ങാനായിട്ടൊക്കെ നമ്മൾ ജസ്റ്റ് പോയായിരുന്നു. ഇവിടെ നിന്ന് കടലിൽ നോക്കി നിൽക്കാൻ തന്നെ നല്ലൊരു വൈബാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നേരെ ലേക്കിൽ ചെന്ന് ഇറങ്ങി. അവിടുത്തെ വൈബെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ലേക്ക് ഫുള്ള് നടന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ശരിക്കും ഇവിടെ 2 ടൈപ്പ് വില്ലാസാണുള്ളത്. ഒന്ന് സീ വ്യൂവും ഒന്ന് ലേക്ക് വ്യൂവും. ഈ ലേക്ക് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേറെ കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്, അവിടെയാണ് ആ ലേക്ക് വ്യൂ വരുന്നത്. നമ്മളെടുത്തതാണ് സീ വ്യൂ. നമുക്ക് അവിടെ നിന്ന് സീ കാണാം, അവിടെ നിന്നാൽ ലേക്ക് കാണാം. ഈ ലേക്ക് എന്ന് പറഞ്ഞാൽ വലിയ ആഴമൊന്നുമില്ല, ഇത് അങ്ങറ്റം വരെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ നിന്ന് കളിക്കുന്നില്ല, അതിനപ്പുറം വരെ ഞാൻ പോയിട്ടുണ്ട്. ആ പാലം കഴിഞ്ഞാൽ ഭയങ്കര ആഴമാണ്, നമുക്കിവിടെ ഫുള്ള് നീന്തി കളിക്കാം. പിന്നെ കാല് ചെറുതായിട്ട് ചെരുപ്പിട്ടില്ലെങ്കിൽ ചിലപ്പോൾ സീൻ കിട്ടും, അങ്ങനെ ഒരു സീനുണ്ട്. അല്ലാതെ വേറെ ഒരു ഇഷ്യൂ ഇല്ല ഇവിടെ. കണ്ടില്ല. ഞാൻ ചെരുപ്പിട്ടാണ് ഇറങ്ങിയത്, കാരണം ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കാലിന് നല്ല പണി കിട്ടി. അതുകൊണ്ട് ഞാൻ പിന്നെ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് വീണ്ടും അത് സെറ്റ് ചെയ്ത് ഇറങ്ങിയത്. ഇവിടെ ഇങ്ങനെ നീന്തി എത്ര മണി വരെയും കിടക്കാം. രാത്രി ആകുമ്പം അന്ന് നമ്മൾ രാത്രി ഇടയ്ക്ക് കുറച്ച് ഇറങ്ങിയായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ കുറച്ച് സീനുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ നമുക്കൊരു 6 മണിയിലേക്ക് സ്പെൻഡ് ചെയ്യാം. ഞാനും ചിന്നുവും നമ്മൾ വളരെ വൈബായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. കാരണം ചില റിസോർട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിൽ തന്നെ കുറേ റെസ്ട്രിക്ഷൻസ് കാണും. ഇത്ര മണിവരെ പറ്റുള്ളൂ, ഇങ്ങനെ പറ്റുള്ളൂ, അങ്ങനെ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയൊന്നുമില്ല, നമ്മളെ ഭരിക്കാൻ ആരുമില്ല, നമ്മളെ തന്നെ രാജാവ്. നമുക്ക് എത്ര മണി വരെ വേണമെങ്കിൽ ഇവിടെ കിടക്കാം, ആരും ഒന്ന് ചോദിക്കുകയോ പഠിക്കുകയില്ല. കാരണം അവിടെ ആഴമില്ല, അവിടെ സീനില്ല, ഒക്കെയാണ്. അവിടെ എന്ത് വേണോ നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു ബ്ലൈൻഡ് സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ലവേഴ്സൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. ഇപ്പം നമ്മളെല്ലാം കഴിഞ്ഞു, നമ്മൾ നേരെ അകത്ത് കയറി. വീണ്ടും നമ്മൾ രാത്രി ജസ്റ്റ് ആ കടലിൻ്റെ നേരത്തെ നമ്മൾ മേളിൽ നിന്ന് കണ്ട ആ കല്ലിൻ്റെ പുറത്താണ് നമ്മൾ ഇരിക്കുന്നത്. അവിടെ നിന്നാണ് ഈ ഷോട്ട് ഞാൻ എടുക്കുന്നത്. ഒന്നും കണ്ടുകൂടാ, പക്ഷേ ഇരുട്ടാണെങ്കിലും ആ കപ്പലിൻ്റെയൊക്കെ വെട്ടമൊക്കെ കണ്ട് കുറേ നേരം നമ്മളവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു.
പിന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ വ്യൂ. ഭയങ്കര വലിയ പുറത്തുനിന്ന് കാണാൻ വലിയ ആംബിയൻസ് ഒന്നും ഇല്ല, കാരണം കുറച്ച് കെട്ടിടങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ്. പക്ഷേ അകത്താണ് ഇതിൻ്റെ ഒരു വൈബ് ഉള്ളത്. ഇതിനകത്താണ് ശരിക്കും ഇതിൻ്റെ ബ്യൂട്ടി ഇരിക്കുന്നത്. ഇത് നമ്മൾ അന്ന് പോയ ഞങ്ങളുടെ കൊളീഗ്സാണ്, മീൻസ് ഇപ്പോൾ ചിന്നുൻ്റെ കൊളീഗ്സാണ്. ഇപ്പോൾ നമ്മൾ കണ്ട അതാണ് ആ ട്രഡീഷണൽ ടൈപ്പ് ലേക്ക് വ്യൂ ഉള്ള നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്സ്. അവിടെ നിന്ന് നമുക്ക് ലേക്കിൽ നോക്കിക്കൊണ്ട് കിടക്കാം. അപ്പുറത്ത് പോയാൽ നമുക്ക് കടലുകളോട് കിടക്കാം. ഇത് നമ്മൾ രാത്രി അങ്ങോട്ട് കുറച്ച് ഇറങ്ങിയതാണ്. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ചില സാധാരണ പോലീസ് വന്നിട്ട് എല്ലാവരും കയറാൻ പറയും. ഇത് ശരിക്കും ഒരു പ്രൈവറ്റ് സ്പോട്ടല്ല. നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ കുറേ പേര് ഇവിടെ വന്ന് ലേക്കിലൊക്കെ ഇറങ്ങി കളിക്കുന്ന കണ്ടു. ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ ഈ റിസോർട്ട് എടുക്കുന്നത് കൊണ്ട് ആ സൈഡിൽ നമുക്ക് കുറച്ച് സ്പേസ് നിൽക്കാവുന്നേ ഉള്ളൂ. ഇത് ശരിക്കും പബ്ലിക് ആയിട്ടുള്ളൊരു സ്പേസാണ്, എല്ലാവർക്കും വന്നിരിക്കാം. ഇത് ഇരുട്ടായതുകൊണ്ടാണ് നിങ്ങൾക്കത് അറിയാൻ പറ്റാത്തത്. ശരിക്കും ഇവിടെ വന്ന് നമ്മൾ കുറച്ച് നേരം ഇരുന്നു. ഇവിടെ മീനൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് ജസ്റ്റ് കുറച്ച് നേരം ഇരുന്നായിരുന്നു. ഈ വെള്ളം ഒഴുകി പോകുന്നത് നേരെ കടലിലോട്ടാണ്. അതിൻ്റെ ഒരു ചാലാണത്. ശരിക്കും നല്ല വെള്ളമാണത്. ശരിക്കും നല്ല തെളിനീര് പോലെ കിടക്കും. കടൽ വെള്ളം പോയി അല്ല. ഈ സൈഡിൽ ഇരുന്ന് ചന്ദ്രനെ കാണാൻ എന്താ രസം. സൂം ഔട്ട് ചെയ്താൽ ഈ 3 ചന്ദ്രനെ കാണാം. താഴത്തെ 3 അവിടെ അപ്പുറത്തെ റിസോർട്ടിലെ 3 ലൈറ്റാണ്. എല്ലാം ഒരേ കണക്കിരിക്കുന്നു. എന്നാലും നല്ല വൈബാണ് രാത്രി കൂടെ വന്നിരിക്കാൻ. ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല പാനീയങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിക്കാം. പാനീയങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഞാൻ അന്യനാവും ഗൈസ്. അതാണ് ടൂറിട്ടത്. ഇത് അടുത്ത് തന്നെയാണ്. രാത്രി ഒരു പണിയില്ലാതെ ഉള്ള ഗ്ലാസ്സിലൊക്കെ വരച്ച് കുറിച്ച് ഇടുന്നതാണ് ഇവിടെ പണി. AV എന്നൊക്കെ ഇടുന്നത് കുറച്ച് റൊമാൻറ്റിക് ആയതാണ്. റൊമാൻസ് എന്ന് പറയുന്നത് അത് നല്ലതല്ലേ. അപ്പം അങ്ങനെ ആയതാണ്. ഈ അടുത്ത് വരയ്ക്കുന്ന എന്നെ ആണെന്നാണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നോക്കിയോ, 2 കണ്ണൊക്കെ വരച്ചിട്ട് ഒരു മൂക്ക് അവിടെ മൂക്ക്. ഇത് ഞാനെന്നാണ് പുള്ളി പറയുന്നത്. സമ്മതിച്ചു കൊടുത്തില്ലേ പറ്റൂ, ഇല്ലെങ്കിൽ ഈ രാത്രി അലമ്പാവും. അപ്പോൾ ഇനി ഗുഡ് നൈറ്റ്, നമുക്ക് നാളെ കാണാം. പെട്ടെന്ന് അങ്ങനെ രാവിലെയായി. നമ്മൾ നേരെ ലേക്കിൽ തന്നെ ചാടി. വേറെ ആരെയും നമ്മൾ ക്ഷണിച്ചില്ല. എല്ലാവരും നല്ല ബോധശയത്തിൽ കിടന്നുറങ്ങിയാണ്. ഞങ്ങൾക്ക് മാത്രമേ ബോധമുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരെ ലേക്കിൽ വന്നു. ലേക്കിൽ ശരിക്കും നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ അടുത്ത് ആരുമില്ല. ഒരു മനുഷ്യരില്ല. റിസോർട്ടിൽ ആരും എണീറ്റിട്ടില്ല. നമ്മൾ ഏർലി മോർണിംഗ് നേരെ വന്ന് ചാടിയത് ലേക്കിലോട്ടാണ്. അത്രയ്ക്ക് സേഫായിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റും എന്നുള്ള സംഭവമാണ് ഞാനത് കാണിക്കുന്നത്. ഇത് നമ്മുടെ കാപ്പിലാണ്. ശരിക്കും കാപ്പിൽ ബീച്ചാണ്. കറക്റ്റ് സ്പോട്ട് കാപ്പിലാണ്. അപ്പോൾ കാപ്പിൽ വന്നിട്ട് നമ്മൾ ലേക്ക് ആൻഡ് സീ വ്യൂ റിസോർട്ട് നോക്കിയാലേ ഈ റിസോർട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്കിലൊക്കെ വേറെ റിസോർട്ട്സ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ആ സംഭവം കിട്ടണം. കടലും കാണണം, ലേക്കും കാണണം. അങ്ങനെ ഒരു സെറ്റപ്പ് എൻ്റെ ഇടയിൽ നിൽക്കുന്ന റിസോർട്ട് വേണമെങ്കിൽ ഇത് തന്നെ ബുക്ക് ചെയ്യണം. അടുത്തിട്ട് വന്നു എന്നാലും എനിക്ക് അടുത്ത പോസ്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റും. വീഡിയോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ചിപ്പി. ചിപ്പി ഇതെന്താ സംഭവം? ചിപ്പിയല്ല, ഇത് വേറെ സാധനമാണ്. പക്ഷെ ഈ സാധനം ഇവിടെ കിടന്ന് നമ്മളെ കാലൊക്കെ കുറേ സെറ്റ് ആക്കിയിട്ടുണ്ട്. കാലൊക്കെ മുറിഞ്ഞ് ഹതമായിരിക്കും. അപ്പോൾ ഞാനും പറഞ്ഞു ഓക്കെ ബായ്. നോക്കൂ ഗായ്സ്, ഇത് ശരിക്കും ഞാൻ വിചാരിച്ച ഒരു ഷെൽഫിഷ്, മറ്റേ ഫിഷ് ഉണ്ടല്ലോ ഏറ്റവും താഴെയുള്ള സ്റ്റാർ ഫിഷോ ഷെൽഫിഷോ എന്നുള്ള സംഭവം. ശരിക്കും അതൊന്നും അല്ലായിരുന്നു. ഈ വല കെട്ടി കിടന്നതാണ്, മറ്റേ മീൻ വല. അങ്ങനെ തേഞ്ഞു ഗായ്സ്. ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് പാക്ക് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ഹണിമൂണിന് പോയ സ്ഥലത്ത് ചെയ്ത പോലെയൊക്കെ ചെയ്യാൻ നോക്കി. പക്ഷെ നടന്നില്ല, അത്ര രസമില്ലായിരുന്നു. അത് ഞാൻ അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് ഇവിടെ പറയുകയാണ്. ഈ വ്യൂ ഒക്കെ ഒന്നുകൂടെ കണ്ട് മനസ്സിൽ പതിച്ച് വെച്ചിട്ട് അങ്ങനെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു സ്റ്റേക്കേഷനിൽ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. ഇതുപോലത്തെ കവർ വീഡിയോ നമ്മൾ ഇടും.
അപ്പോൾ നമ്മൾ കഴിച്ചൊരു ഫുഡ് കൂടെ കാണിച്ചിട്ട് നമ്മൾ പോവുകയാണ്. ഓക്കെ ബായ്.